പ്രിയമുള്ളവരെ, ഇന്ന് ഹോശാന ഞായർ. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മഹത്വകരമായ യെരുശലേം പ്രവേശനത്തെപ്പറ്റി പറയുന്ന 3 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ദ മാസ്റ്റർ നീഡ്സ് ഇറ്റ്. എല്ലാവരാലും എല്ലായിടത്തും അപമാനിക്കപ്പെടുന്ന കഴുതയെക്കുറിച്ചാണ് ഈ പരാമർശം. മറ്റെല്ലാവരും അവഗണിക്കുന്ന കഴുതയെക്കൊണ്ട് തനിക്ക് ആവശ്യമുണ്ടെന്ന് ക്രിസ്തു പറയുന്നു. എന്തുകൊണ്ട് കഴുത? കഴുത സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വിനയത്തിൻ്റെയും പ്രതീകമാണ്. സമാധാന ഉടമ്പടി ചെയ്യാനെത്തുന്ന രാജാക്കന്മാർ അക്കാലത്ത് കഴുതയുടെ മേലാണ് എത്തിയിരുന്നത്. കഴുത ഒരിക്കലും അധികാരത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായിരുന്നില്ല. കുതിര എത്ര പതുക്കെ പോയാലും മനുഷ്യനോടൊപ്പം നടക്കാനാവില്ല. കുതിരയുടെ ഒപ്പം നടക്കണമെങ്കിൽ മനുഷ്യൻ ഓടണം. ഒട്ടകമായാൽ അതിന് മനുഷ്യരുടെ നിലവിളി കേൾക്കാത്തത്ര ഉയരമുണ്ട്. കഴുതയാകട്ടെ വേഗത കുറഞ്ഞ മനുഷ്യരോടൊപ്പം അവരുടെ നൊമ്പരങ്ങൾ അറിഞ്ഞും നിലവിളി കേട്ടും സഞ്ചരിക്കാനാവുന്ന മൃഗമാണ്. മൃഗങ്ങളിൽ ഏറ്റവും ബുദ്ധി കുറഞ്ഞ മൃഗമായിട്ടാണ് കഴുതയെ ഗണിക്കുന്നത്. പഠിക്കാൻ മോശമായ കുട്ടിയെ അധ്യാപകരും മാതാപിതാക്കളും കൂട്ടുകാരുമൊക്കെ വിളിക്കുന്നത് കഴുത എന്നാണ്. കഴുതയുടെ ആകൃതിക്ക് തന്നെ വിരൂപമാണ്. ആ തലയും വലിയ ചെവിയും ഉടലും കാലുകളുമെല്ലാം വൈരൂപ്യം നിറഞ്ഞതാണ്. അങ്ങനെ ആർക്കും വേണ്ടാത്ത കഴുതയെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്, എനിക്കതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന്. മനുഷ്യദൃഷ്ടിയിൽ ഏറ്റവും നിസ്സാരയും നികൃഷ്ടയുമായ ജീവിയെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ സകല നികൃഷ്ടതയും നീക്കിക്കളയുന്ന ക്രിസ്തുവിനെയാണ് ഈ ഹോശാന തിരുനാളിൽ നാം ധ്യാനിക്കുന്നത്. ഏറ്റവും നിസ്സാരൻ ഏറ്റവും വലിയവനായി മാറുന്നു. ഇന്ന് ഒരുപക്ഷെ നമ്മിൽ പലരും ഈ കഴുതയെപ്പോലെയായിരിക്കും. ആർക്കും വേണ്ടാത്തവർ, എല്ലാവരാലും അപമാനിക്കപ്പെട്ടവർ, ദാരിദ്ര്യ ദുഃഖത്താൽ വലയുന്നവർ, ബുദ്ധിയില്ലെന്ന് കരുതുന്നവർ, സൗന്ദര്യമില്ലെന്ന് കരുതുന്നവർ, രോഗപീഠകളാൽ ഉഴലുന്നവർ. ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മുടെ അവസ്ഥ. നിന്നെക്കൊണ്ട് ഞങ്ങൾക്കാവശ്യമില്ല എന്ന് പലരും നമ്മെ നോക്കി പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്കാവശ്യമില്ലെന്ന് പ്രായം ചെന്ന മാതാപിതാക്കളെ നോക്കി മക്കൾ പറഞ്ഞിട്ടുണ്ടാകാം. കഴുതയെപ്പോലൊരു ജന്മമാണല്ലോ എൻ്റേതെന്ന് ചിലപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ ക്രിസ്തു നമ്മെ നോക്കി പറയുന്നു, എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന്. എത്ര ആശ്വാസകരവും ധൈര്യം പകരുന്നതുമായ ചിന്തയാണിത്. ഇതാണ് ഹോശാനയുടെ സന്ദേശം. ക്രിസ്തുവിന് എന്നെ ആവശ്യമുണ്ട്. അതെ, മറ്റാർക്കും വേണ്ടെങ്കിലും മറ്റാർക്കും നമ്മെക്കൊണ്ട് ആവശ്യമില്ലെങ്കിലും ക്രിസ്തുവിന് എന്നെ വേണം. അവന് എന്നെ ആവശ്യമുണ്ട്. ഏവർക്കും ഹോശാന പെരുന്നാളിൻ്റെ ആശംസകൾ. സസ്നേഹം, ഈപ്പനച്ചൻ.